ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ, അതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ഞാനും ഷേസു ബേബി എന്താ പറയുക ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് എണീറ്റിക്കണത്. പിന്നെ നമ്മളെ റയ്യാൻ ഇതാ രാവിലെ തന്നെ എണീറ്റിക്കണം കേട്ടോ. കാരണം 2-3 ദിവസമായി പല്ലുവേദന ആയിട്ട് എന്താ പറയുക, ആൾക്ക് തീരെ ഉറക്കല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇടയ്ക്ക് പല്ലുവേദന ഉണ്ടാവും, ഇടയ്ക്ക് പല്ലുവേദന പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറുകയാണെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കണ്ടല്ലോ വെച്ചിട്ട് നിൽക്കുകയാണ്. ഇനി അധികമാണെങ്കിൽ ഡോക്ടറെ കാണിക്കുവാണെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ രാവിലെ ഇതമ്മ നല്ല ചപ്പാത്തി അല്ല കേട്ടോ, രണ്ടും കൂടി പൊടിയുള്ള ഒരു ചപ്പാത്തി ആയിട്ട് വെള്ളം പത്തിരിപ്പൊടിയും ചപ്പാത്തിപ്പൊടിയും പാടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണ ഒരു ചപ്പാത്തിയാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ചിക്കനും പിന്നെ മറ്റേ ലിവറൊക്കെ ഉള്ള ഒരു കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചിക്കൻ കറിയും വെച്ചുകൊണ്ടു കേട്ടോ. പിന്നെ നമ്മളെന്താ പറയുക, രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ. മഴക്കാലമല്ല, അതുകൊണ്ട് പിന്നെ നല്ല മഴ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പക്ഷേ രാവിലെ എന്താ പറയുക, നീച്ച പാടങ്ങി മഴ അങ്ങനെ കണ്ട് സിറ്റൗട്ടിലിരിക്കാനൊരു പ്രത്യേക വൈബല്ലേ അല്ലേ. അങ്ങനെ ഷെയർ ചെയ്യാനും കൊടുത്തു, ഉമ്മ കഴിച്ചു, ഷേസ് ബേബിക്കും ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, രാത്രിയാണ് ഈ റയ്യാൻ എന്താ പറയുക പല്ലുവേദന ഇളകൽ കേട്ടോ. രാത്രി എനിക്കും ഉമ്മാക്കും 2 ദിവസമായിട്ട് യാതൊരു തൊയിലും തന്നിട്ടില്ല കേട്ടോ. പിന്നെ പകലായാൽ പിന്നെ അവന് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളോട് ഭയങ്കര കളിയാക്കാറ് കേട്ടോ. എന്നിട്ട് ആ വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ നീരിറങ്ങിയിട്ട് പിന്നെ രാത്രി പിന്നെയും പഴയ പോലെ ആക്കാറ് കേട്ടോ. പിന്നെ ഒരു ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞ കുട്ടി കേൾക്കൂല. അനങ്ങിയ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ മുട്ടായി ഇതൊക്കെ കാരണം എന്താ പറയുക, പല്ല് കേട് വന്നിക്കുന്നു കേട്ടോ. കഴിക്കണ്ട പറഞ്ഞാൽ പല്ലുവേദന ഉള്ള ടൈമിലാണെങ്കിൽ എന്താ പറയുക, ഇനി ഒന്നും കഴിക്കില്ല പറയും കേട്ടോ. പക്ഷെ പല്ലുവേദന മാറിയാൽ പിന്നെ എന്താ പറയുക, കേക്ക് എടുത്തു ബിസ്ക്കറ്റ് എടുത്തു പറഞ്ഞിട്ട് ആളിട്ട് മറക്കൂട്ടത്. ഉറങ്ങാൻ ടൈമായി എന്താ പറയുക, പല്ലുവേദനയ്ക്ക് പറഞ്ഞിട്ട് എനിക്കും ഉമ്മാക്കും എന്താ പറയുക 2 ദിവസമായിട്ട് ആ കൂടി ഉറക്കമൊക്കെ ആകെ ഇതായിക്കണം കേട്ടോ. എന്താ പറയുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ലുവേദനയെന്ന് പറഞ്ഞിട്ട് പിന്നെ കരച്ചിലാക്കാരം. പിന്നെ ഇതാ ഷേസു ബേബി ഇതാ രാവിലെ തന്നെ പറഞ്ഞില്ലേ, റയ്യാൻ്റെ പാൻറ് റയ്യാൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പന്തളിക്കാണ് കേട്ടോ. രണ്ടാളും പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ ഷേസു ബേബിനെ ഉള്ളിൽ കയറ്റിയാൽ ഷേസു ബേബി കരച്ചില്ല കേട്ടോ. കാരണം അവരൊക്കെ അവിടെ കളിക്കുമ്പോൾ ഓനിക്കും പോകണം. പിന്നെ എനിക്ക് കളിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം മുന്നിൽ ആ റോഡിൽ നിന്ന് അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ പിന്നെ വേറെ എവിടേക്കെങ്കിലും പോയാൽ കാണില്ല എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. പിന്നെ മറ്റവൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചിട്ടില്ലേ. ഷേസു ബേബിക്ക് പിന്നെ എന്തായാലും അറിയണില്ലൊരു പ്രായമായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെയും പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പിന്നെയും പുറത്തേക്ക് പോകട്ടെ. അങ്ങനെ ഒരു അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അങ്ങനെ അടിച്ചോരി കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നമ്മൾ തുടക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. തുടക്കുമ്പോൾ ഉമ്മാക്ക് എന്താ പറയുക, ഉമ്മാക്ക് ചില ദിവസങ്ങളിൽ എന്താ പറയുക, ഇപ്പോൾ ഇന്നലത്തെ കറിയും അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നും പിന്നെ ഇന്ന് ഉണ്ടാക്കണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് ക്ലീനിങ്ങിലൊക്കെ ഏർപ്പെടും കേട്ടോ. ഇനി ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മ അത് ചെയ്യും കേട്ടോ. എന്നാൽ തന്നെ ഞാൻ ചെയ്യണമെങ്കിൽ ഇടയിൽ കൂടെ എന്താ പറയുക, അവിടെ ഇവിടെ വന്ന് തുടക്ക കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ. എൻ്റെത് ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാലും ഉമ്മാക്ക് എന്താ പറയുക, ഒരു തൃപ്തി ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അങ്ങനെ ചെയ്യും കേട്ടോ. ഇന്നമ്മ സത്യം പറഞ്ഞാൽ തട്ടിക്കൊട്ടാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. വാഷ് ബേസും കാര്യങ്ങളൊക്കെ അമ്മ കേക്ക് സെറ്റാക്കിക്കണു. പിന്നെ എന്താ പറയുക, പിന്നെ തുടച്ചിട്ട് ഞാനിങ്ങോട്ട് പോന്നു കേട്ടോ. ഇനി ഇന്ത്യ തുട കഴിഞ്ഞാലും എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പിന്നെയും പോയി തുടക്കും കേട്ടോ. അങ്ങനത്തെ ഉമ്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെയും പോയി തുടക്കണ ഉമ്മാർ ഏകദേശം എല്ലാ ഉമ്മാരും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഓല് ചെയ്തോട്ടെ വെച്ചിട്ട് ഞാനവിടെ ഇരിക്കും. പിന്നെ ഷേസു ബേബിക്കും ചോറും മീനും കൊടുത്തു. അത് കഴിഞ്ഞ് റയ്യാനും കഞ്ഞി വെച്ച് കൊടുത്തോട്ടെ. റയ്യാൻ പിന്നെ കഞ്ഞി കുടിക്കൂല. അതുകൊണ്ട് പിന്നെ ഷേസു ബേബിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും റയ്യാന് കഞ്ഞി കൊടുത്തോട്ടെ. പിന്നെ ഉമ്മ നല്ല വഴുതനങ്ങപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. റയ്യാൻ്റെ ഫേവറേറ്റാണ് ചിക്കൻ കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഓൻ തന്നെ ഫുഡ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനും പൊരിച്ചു കേട്ടോ. പിന്നെ അത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഒന്ന് കണ്ണെഴുതാം കേട്ടോ. എപ്പോഴൊന്നും ഇല്ലട്ട് ഇങ്ങനെ കണ്ണെഴുതണ ആഗ്രഹം. ചിലപ്പോൾ ഇതാ കണ്ണെഴുതാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ മുടിയൊക്കെ നേരാക്കി നല്ല സെറ്റാവും കേട്ടോ. പിന്നെ അത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ എന്താ പറയുക, രാവിലത്തെ ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ കഴിച്ചോട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് വിശന്നിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഞാൻ കഴിക്കാതിരുന്നപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചത് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊരു ഭ്രാന്തുണ്ട് ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഇടണം കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഒന്ന് മാറ്റി അണിഞ്ഞൊരുങ്ങി സെറ്റാവാൻ
ചിലപ്പോൾ ഒരു പൂതിയൊക്കെ ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇതാ പിന്നെ ഷേസു ബേബിക്ക് കണ്ണെഴുതി കൊടുക്കാം കേട്ടോ. ഷേസു ബേബി ഇങ്ങനെ ഉറങ്ങൊന്നും വേണ്ടിട്ട് കണ്ണെഴുതാൻ. ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ കണ്ണെഴുതുമ്പോൾ നേരം പോലെ കാട്ടിത്തരലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കിയതിന് ശേഷം എഴുതി കൊടുക്കാം കേട്ടോ. അതിന് കൺമശിക്ക് എഴുതി നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കിട്ടോ. പിന്നെ റയാനിങ്ങനെ എന്താ പറയുക പല്ലുവേദന വരും മാറും അങ്ങനെയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതാ ഉച്ച ആയപ്പോൾ ആൾക്ക് ഭയങ്കര പല്ലുവേദന സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഡോക്ടറെ കാണിക്കാൻ വെറുതെ വെച്ചിരുന്നിട്ട് അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ അടിപൊളി മഴയാണ് കേട്ടോ. പിന്നെ അതാ ഷേസു ബേബീനെയും കൊണ്ടുപോകുന്നുണ്ട്. ഷേസു ബേബീൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം. ഷേസു ബേബീൻ്റെ മുടി ആകെ മുന്നിലേക്ക് വന്നിട്ട് ആകെ ബോറായിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷേസു ബേബീനെയും കൊണ്ടുപോവുക റയ്യാനും കാണിക്കാമെന്ന് കരുതി രണ്ടാളി മാറ്റി സെറ്റാക്കിക്കണം കേട്ടോ. പിന്നെ അതെന്താ പറയുക ഓനിക്കാണെങ്കിൽ നല്ല വേദന വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഷേസു ബേബി ആണെങ്കിലോ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മുന്നിലുണ്ടാവും കേട്ടോ. പിന്നെ ഷേസു ബേബീനെ കൊണ്ടുപോവാതെ റയ്യാനെ മാത്രം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരണമെന്ന് കരുതിയതായിരുന്നു കേട്ടോ നേരത്തെ ഉച്ചക്ക്. പക്ഷെ എന്താ പറയുക ഷേസു ബേബീൻ്റെ മുടി വെട്ടണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഓന് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ കിട്ടിയിട്ട് പിന്നെ നമ്മൾ ഷേസു ബേബീൻ്റെ മുടിയൊക്കെ വെട്ടിട്ടോ. ഷേസു ബേബി ഇത് നല്ല അടിപൊളി ആയിക്കോണു കേട്ടോ. മുടി വെട്ടിയപ്പോൾ നല്ലൊരു സുന്ദര കുട്ടപ്പനായിക്കോണു. പിന്നെ ഇതാ പോണ വഴിയിലൊക്കെ അർജൻറ്റീന മെസ്സി റൊണാൾഡോ കേട്ടോ. ഈ ഇരുന്ന് കഴിക്കണ ആൾ മറ്റേ എന്താ പറയുക നെയ്മറിൻ്റെ ടീമാണ് കേട്ടോ. ഞാനാണെങ്കിൽ അർജൻറ്റീനയും മെസ്സിയുടെയും ഫാനാണ് കേട്ടോ. അപ്പോൾ പോണ വഴി കൂടെ ഒക്കെ എന്താ പറയുക മെസ്സി എന്താണ് നെയ്മർ. ശരിക്കും എനിക്ക് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഓനും എൻ്റെ ഉപ്പച്ചി പിന്നെ നെയ്മറിൻ്റെ ടീമാണ്. നമ്മൾ മെസ്സിയാണ് കേട്ടോ. മെസ്സിയുടെ വിട്ട് എന്താ പറയുക വേറെ ടീമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അടക്കം ലോകകപ്പ് വിജയിച്ചത് നമ്മളെ മെസ്സിയാണ് കേട്ടോ. പറഞ്ഞാൽ എന്താ പറയുക റയ്യാനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ നമ്മളെ ടീം മാറ്റായിരുന്നു. പിന്നെ ഷേസു ബേബി എന്തായാലും എൻ്റെ ടീമാണ് കേട്ടോ. ഓൻ എന്തായാലും മെസ്സിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഏതൊക്കെ ടീമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ വന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര കാലുവേദനയും ക്ഷീണമൊക്കെ ഉണ്ട്. വന്ന് കയറിയപ്പോൾ ഭയങ്കര കാലുവേദനയാണ്. പിന്നെ എന്താ ഷേസു ബേബിക്ക് ഫുഡ് എടുക്കണം. ഷേസു ബേബിക്ക് വിശന്നിട്ട് എന്താ പറയുക കുറച്ച് മിച്ചറൊക്കെ എടുത്തായി പറഞ്ഞിട്ട് മിച്ചറിൻ്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് കുറച്ച് മിച്ചറൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അമൃതം പൊടി കുറുക്കും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റയ്യാന് കുറച്ച് വായ്ക്ക ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. ഇനി ഓൻ ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ വെച്ചിട്ട് അങ്ങനെ അമൃതം പൊടി കുറുക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്കൊരു തൊയ്യിലും തരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ചായ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. ചായ ഉമ്മാക്ക് എന്താ പറയുക അധികം മധുരം വേണ്ട. എനിക്കാണെങ്കിൽ മധുരം വേണേനു കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം എല്ലാതെയും പാരണം കുറച്ച് മധുരം നല്ലോണം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും ഉണ്ടാക്കുകയാണ് ഞാൻ. നമ്മളെ ഹക്കീമാക്കയുടെ കടയിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് എന്താ പറയുക 2 പരിപ്പുവടയും 2 റോളും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതും കഴിക്കാച്ചിട്ട് വേഗം ചായ ഉണ്ടാക്കാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഞാൻ പറയില്ല കാല് വേദനിച്ചിട്ട് വയ്യ കേട്ടോ. ഷേസു ബേബിക്കാണെങ്കിൽ ഇടയ്ക്ക് ഓരോ പ്രാന്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറുക്ക് റെഡിയായി ചായ റെഡിയായി കേട്ടോ. പല്ലുവേദന വന്ന് ശരിക്കും സഹിക്കൂല കേട്ടോ. ഈ റയ്യാന് എന്താ പറയുക പല്ലുവേദന എന്ന് പറയുമ്പോൾ എനിക്കും തന്നെ ഒരുപാട് വട്ടം പല്ലുവേദന വന്നിക്കും കേട്ടോ. നമുക്ക് എന്ത് വേദനയും സഹിക്കാം. പക്ഷെ പല്ലുവേദന മാത്രം സഹിക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ എന്താ പറയുക ഇനി അതൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നാലുള്ള സമാധാനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.